നമസ്കാരം. നമ്മളെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്താ? സമാധാനം, സന്തോഷം, എല്ലാ സൗഭാഗ്യത്തോടും കൂടി പണം, ജോലി, എല്ലാ സൗഭാഗ്യത്തോടും കൂടി ജീവിക്കണമെന്നല്ലേ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നത് അങ്ങനെയാണോ? അല്ല താനും. നമ്മുടെ എല്ലാം നേരെ തിരിച്ചേ സംഭവിക്കുകയുള്ളൂ. കാരണം പണമില്ലായിരിക്കും, ജോലി ചിലപ്പം താൽക്കാലികമായിരിക്കും, അല്ലെങ്കിൽ സമാധാനം ഇല്ലായിരിക്കും, പ്രശ്നങ്ങളുണ്ടായിരിക്കും വീട്ടിൽ, എല്ലാം ഇല്ലേ? ഓരോരുത്തരും കടന്നു പോകുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. ഇനി എല്ലാം കൂടെ കിട്ടിയാലോ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും നമ്മുടെ കുടുംബത്തിൽ, ഇല്ലേ? പ്രത്യേകിച്ച് ഒന്നെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ അടിയെങ്കിലും വയ്ക്കും, ഇല്ലേ? നിസ്സാര കാര്യത്തിനും എന്ത് കിട്ടിയാലും ഒരു സംതൃപ്തി ഇല്ലാതെയായിരിക്കും നമ്മൾ മിക്കവരും തന്നെ ജീവിക്കുന്നത്. അതെല്ലാവരുടെയും കുടുംബജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മളോർക്കും മറ്റുള്ളവർ മാറ്റം ഉണ്ടായിരിക്കും എന്നൊക്കെ വിചാരിക്കും. ഇല്ല, എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംതൃപ്തരല്ല, അത്രമാത്രം. നമ്മളോർക്കും നമ്മുടെ നാളെ ഇന്നങ്ങ് പോട്ടെ, നാളെ ആട്ടെ, അടുത്ത ദിവസമാട്ടെ നമുക്ക് ജീവിക്കാമെന്ന്. നമ്മുടെ ജീവിതത്തിൽ ഒരു 85 വയസ്സുണ്ടെങ്കിൽ അതിനകത്തൊരു 3/4% അല്ലെങ്കിൽ ഒരു 3% നമ്മൾ ഉറങ്ങിത്തീർക്കും. പിന്നെയുള്ളത് ചുമ്മാ ഇരുന്നും അല്ലെങ്കിൽ ബാക്കി സമയം എന്തെങ്കിലും വേറെയുള്ള ആക്ടിവിറ്റീസിനായിട്ട് ജീവിക്കും, നമുക്കല്ലാതെ ജീവിക്കും. കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴത്തേന് കാലം കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ, ഞങ്ങൾക്കായിട്ട് ഞങ്ങൾ ജീവിച്ചിട്ടില്ല, ഞങ്ങളുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു, ഭർത്താവിന് വേണ്ടിയിട്ടായിരുന്നു, ഭാര്യയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങ് ജീവിച്ചു എന്നിങ്ങനെയൊക്കെ പറയും, ഇല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? നമ്മളീ ദുഃഖം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പിന്നെയുള്ളൂ. നമുക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു സംതൃപ്തി ഉണ്ടാകുകയുള്ളൂ, ഇല്ലേ? ഒരു ശകല സമയമെങ്കിലും നമുക്ക് വേണ്ടി കണ്ടേ, ഒരു സെൽഫ് ലവ് എങ്കിലും നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണ്ടേ? അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു രീതി നമുക്ക് കുറച്ചെങ്കിലും പ്രാക്ടീസ് ചെയ്യണ്ടേ? അതുപോലും നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ഉറങ്ങിയും ഒത്തിരി പേര് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചും മറ്റുള്ള കുറ്റങ്ങൾ പറഞ്ഞും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. ആകെ കുറച്ച് നമ്മളെ ഈ നാട്ടിലുള്ളൂ. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ജീവിതം എന്തിനാ കളയുന്നത് എന്ന് ചിന്തിച്ച് നോക്കിയേ, ശരിയല്ലേ? നമുക്ക് വേണ്ടിയിട്ട് സന്തോഷമായിട്ട് ആ നിമിഷങ്ങൾ ഇനി ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുമെന്നൊന്നും ഒരിടത്തും നമ്മൾ എഴുതി വെച്ച് പറഞ്ഞും കേട്ടതല്ലാണ്ട് ആരും കണ്ടവരില്ല തിരിച്ചു വന്നവരൊന്നും. അപ്പം പിന്നെ ഈ ലോകത്ത് കിട്ടിയ ഈ അവസരം നമ്മൾ വിനിയോഗിക്കുകയല്ലേ വേണ്ടത്? ഇത് സംതൃപ്തി കണ്ടിട്ട് ഉള്ളതിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുകയല്ലേ വേണ്ടേ? അതിന് നമ്മളിവിടുന്ന് പോകുമ്പോഴത്തേനും കുറേ ബദ്ധശത്രുക്കളെ ഉണ്ടാക്കി, കുറേ മക്കളോടും മരുമക്കളോടും മാതാപിതാക്കളോടും ഒക്കെ വഴക്കും ഉണ്ടാക്കി, അയൽവക്കംകാരോടും ഇഷ്ടപ്പെടുന്നവരെ കൊന്നും കൊല വിളിച്ചും ഒക്കെ നമ്മളിങ്ങനെ നമ്മുടെ ജീവിതം കൂടെ അങ്ങ് കളഞ്ഞു കുളിച്ചിട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെയൊക്കെ പറയാൻ എളുപ്പമുണ്ടെന്ന് നിങ്ങൾ പറയും, അല്ലേ? ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചെങ്കിലും നമ്മൾ ജീവിച്ചില്ല എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് പറ്റില്ലാതെയായി കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ എന്നാ ചെയ്തേ? ഒന്നും ചെയ്തില്ല, ഈ ലോകത്തുനിന്ന് അങ്ങ് പോകുന്നു എന്ന് വിചാരിക്കും. അപ്പം നമുക്ക് സന്തോഷത്തിനുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ കണ്ടുപിടിക്കുക. നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ നമ്മൾ കുറച്ച് സമയം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഇരിക്കാൻ ശ്രമിക്കുക. പറ്റില്ലാതായി കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കാൻ ശ്രമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ പുറത്തോട് പോയും നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് പോയും നമ്മുടെ വീടിനെ നോക്കാണ്ടിരുന്ന് കഴിയുകയും ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു ചെറിയ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ലജ്ജയില്ലാണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കി എന്നുള്ള സന്തോഷത്തോടു കൂടി നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റണം. അത് ഭാര്യയാണേലും ഭർത്താവാണേലും. നമ്മളായിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരു ദോഷവും ചെയ്തിട്ടില്ല, ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ചെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ നോക്കുന്നവർക്കും അല്ലെങ്കിൽ നമ്മുടെ പറ്റില്ലായ്കയിലും നമ്മളെ അവർക്ക് നോക്കാനൊരു മനസ്സുണ്ടാവുകയുള്ളൂ. അല്ലാണ്ട് നമുക്ക് നല്ല പ്രായത്തിൽ നമ്മൾ ലോകം മുഴുവൻ ഭാര്യമാരും ആയിട്ടും ഭർത്താക്കന്മാരായിട്ടും നടന്ന ശേഷം മക്കൾ നോക്കിയില്ല, അല്ലെങ്കിൽ ഭാര്യ നോക്കിയില്ല, അല്ലെങ്കിൽ ഭർത്താവ് നോക്കിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ഉള്ള ഭാര്യേനെയും ഭർത്താവിനെയും വെച്ച് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മക്കളെ നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ തിരിച്ചു വന്നാലും നമുക്ക് എന്തെങ്കിലും പറ്റിയാലും അവർ പൊന്നു പോലെ നോക്കും, ഉറപ്പായ കാര്യമാണ്. അല്ലെങ്കിലുണ്ടല്ലോ പലപ്പോഴും നമ്മൾ മുറ്റത്തിന് പുറത്ത് കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടേ അവർ തള്ളുന്നവരും. കാരണം നമ്മുടെ കയ്യിലിരിപ്പും കൊണ്ട് അധികവും വരുന്നത്. അത്
അത് നമ്മൾ ചിന്തിക്കുക. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ചിന്തിക്കുന്നത് എന്നാണെന്നറിയാമോ? ആരും അറിയില്ല എന്നാണ്. ഒത്തിരി പേർക്ക് പറ്റുന്നൊരു കുഴപ്പമാണ്. പലരും നല്ല അലക്കി തേച്ച് നല്ല വട്ടിപ്പോലെയൊക്കെ ഇറങ്ങി പുറത്തേക്ക് പോകും. പക്ഷേ അവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തോട് ചെയ്യുന്നതോ പെണ്ണുങ്ങളും ഉണ്ട്. അപ്പം അവർ വിചാരിക്കണം ആരും അറിയില്ല ഇതൊന്നും എന്നെന്ന്. പക്ഷേ കാലം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതെന്നാണേലും അറിയും. അത് നമ്മുടെ മുമ്പിൽ തന്നെ അത് കൊണ്ടെത്തിക്കും. ഭാര്യ സത്യസന്ധയാണെങ്കിൽ ഭാര്യയുടെ മുമ്പിൽ ഭർത്താവിനെ കൊണ്ടെത്തിക്കും. ഭർത്താവ് സത്യസന്ധനാണെങ്കിൽ ഭാര്യനെ കൊണ്ടെത്തിക്കും. മക്കളാ സത്യസന്ധരെങ്കിൽ അച്ഛനെയും അമ്മേനെയും കൊണ്ട് ആ കാലം കൊണ്ട് കാണിച്ചു തരും. അതാണ് അതിങ്ങനെയാണത്. അപ്പം നമ്മൾ സത്യസന്ധരായിട്ടിരിക്കാൻ ആദ്യം ശ്രമിക്കുക. നമ്മളോട് തന്നെ ഒരു നീതി പുലർത്തുക. പിന്നെ എല്ലാ കാര്യവും നമ്മൾ ചെയ്യാമെന്നും പറഞ്ഞിരിക്കാതിരിക്കുക. ഈ കൊച്ചു ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക. ആരെ സഹായിക്കണ്ട എന്നല്ല പറയുന്നത്. നമുക്കൊരു പരിധിയുണ്ട് എന്തിനും. അത് മാത്രം നമ്മൾ ചെയ്ത് നമ്മുടെ പരിധി വിട്ടുള്ള സഹായങ്ങൾ, നമ്മുടെ കുടുംബത്തെ നോക്കാതെയുള്ള സഹായങ്ങൾ, അത് നമുക്കെപ്പോഴും ദോഷമേ ചെയ്യുകയുള്ളൂ. അപ്പം നമ്മളൊരു പരിധി വരെ മാത്രമേ സഹായങ്ങൾ കൊണ്ടിറങ്ങാവുള്ളൂ. മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലത് തന്നെയാണ്. അർഹതപ്പെട്ടവരെ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആരെങ്കിലും സഹായിക്കാൻ ഇറങ്ങുമ്പോൾ അവർക്കും ഉണ്ടൊരു കുടുംബം. നമ്മൾ സഹായിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് സ്വന്തക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, അവർക്ക് സുഹൃത്തുക്കളുണ്ട്, അവർക്ക് ഭർത്താവ് ഉണ്ടായിരിക്കാം, ഭാര്യ ഉണ്ടായിരിക്കാം, മക്കളുണ്ടായിരിക്കാം. അവർ കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ എന്ന് പറയുന്ന വ്യക്തി സഹായിക്കാൻ ഇറങ്ങാവുള്ളൂ. അവർക്ക് പറ്റില്ലാതെ വന്നാൽ മാത്രം നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇത്ര പെർസെൻറ്റേജ് അത് സഹായം കൊണ്ടിറങ്ങണം. പല വീടുകളിലും എന്നാ പറ്റുന്നതെന്ന് അറിയാം, സഹായം കൊണ്ടിറങ്ങും. കുടുംബം പോലും നോക്കാതെ, കുടുംബത്തിൽ ഭാര്യ അസുഖമായിട്ട് കിടന്നാലോ മക്കൾ അസുഖമായിട്ട് കിടന്ന് തിരിഞ്ഞു നോക്കാതെ സഹായവുമായിട്ട് പോകുന്ന ഒത്തിരി ഭർത്താക്കന്മാരുണ്ട്. അവസാനം സഹായവുമില്ല, അവരും തിരിഞ്ഞോ അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു വരുമ്പോൾ അവർ കറിവേപ്പില പോലെ എടുത്തെറിയുന്നതും കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആരെ സഹായിക്കാൻ പോകുമ്പോഴും നമ്മുടെ കുടുംബത്തെ ആദ്യം സഹായിച്ച ശേഷം നമ്മൾ പുറത്തേക്കണം. നമ്മുടെ വീട് നന്നെങ്കിൽ മാത്രമേ നമുക്ക് നാട് നന്നാക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ വീട് നോക്കാതെ നാട് നന്നാക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ രണ്ടുമില്ലാതെയാകും, ഇല്ലേ? എനിക്കറിയാവുന്ന ഒരു കഥ ഞാൻ നിങ്ങളെ കഥയല്ല, ജീവിതാനുഭവമാണ്. ഒരു ഭാര്യയ്ക്ക് പുള്ളിയുടെ കണ്ണിൽ ഒരു റോസ ചെടിയുടെ ചുവട്ടിൽ ഇങ്ങനെ പുല്ല് പറിച്ചുകൊണ്ടിരുന്നപ്പോൾ മുള്ളു കൊണ്ട് കണ്ണിൽ. അപ്പം പെട്ടെന്ന് തന്നെ ഭർത്താവിന് വണ്ടിയുണ്ട്. അപ്പം ഓടി ഭർത്താവിനെ വിളിച്ചു കഴിഞ്ഞപ്പം ഭർത്താവ് പറഞ്ഞു, അയ്യോ ഞാനിവിടെ ഇല്ല കേട്ടോ, ഞാനിങ്ങനെ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അപ്പോൾ ഭാര്യ ചോദിച്ചു, അതെ എൻ്റെ കണ്ണിലിങ്ങനെ മുള്ളു, നീ ഒരു കാര്യം ചെയ്യോ, അടുത്ത വീട്ടിലെ ചേച്ചിനെ വിളിച്ചോണ്ടെങ്കിൽ പെട്ടെന്ന് ആശുപത്രിയിൽ പോകും, ഓട്ടോയും വിളിച്ചു പോകുമോ, കൈ പൈസ ഇല്ലേ എന്നിങ്ങനെ ചോദിച്ചു. ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർ കുറച്ചു നേരം കഴിഞ്ഞപ്പം പുള്ളി വീണ്ടും തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, അല്ല ഞാൻ വരുക, ഞാനിപ്പോൾ തന്നെ വരും എന്ന് പറഞ്ഞു. വരുക എന്ന് പറഞ്ഞ മനുഷ്യൻ 2 മണിക്കൂറും 3 മണിക്കൂറും കഴിഞ്ഞിട്ടും വന്നില്ല. അത് കഴിയുമ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചിയോട് കടവ് മേടിച്ച് പുള്ളിക്കാർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും പുള്ളിക്കാരുടെ കണ്ണ് ഈ കറുത്ത ഭാഗത്തിന് നല്ല ഇത് വന്ന് ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നു. പിന്നെ ലെൻസൊക്കെ മാറിപ്പോയായിരുന്നു. അങ്ങനെ ഒരു സംഭവം. വരുക എന്ന് പറഞ്ഞ ആൾ ഒന്നെങ്കിൽ വരണം, അല്ലെങ്കിൽ വരണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുമായിരുന്നു, പുള്ളിക്കാർ പോയേനെ. ഇത് രണ്ടും ചെയ്തില്ല. അത് കഴിഞ്ഞ് പൈസ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലില്ലായിരുന്നു. ഒരു 100 രൂപ പോലും എടുക്കാൻ ആ വീട്ടിലില്ലായിരുന്നു. പിന്നീട് കരഞ്ഞു വിളിച്ചിങ്ങനെ ഓരോ കഥകൾ പറയുന്നത് കേട്ടപ്പോൾ നമുക്ക് സങ്കടം തോന്നും. ചിലപ്പോൾ മക്കളുടെ ഫീസ് അടയ്ക്കാനില്ല, പുള്ളി നല്ല വെൽ ഡ്രസ്സിൽ ഇറങ്ങി അങ്ങ് പോയേക്കും നാട്ടുകാരുടെ സേവനവുമായിട്ട്. അപ്പം നമ്മളങ്ങനെ ചിന്തിക്കണം. നമ്മുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞിട്ടാണോ നമ്മളീ പോകുന്നത് എന്നത് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. അല്ലാതെ നാട്ടുകാരെ മാത്രം സേവിച്ചാൽ മാത്രം പോരാ. ഇത് ഒത്തിരി പേരുണ്ട് കേട്ടോ ഇങ്ങനെ. സേവിക്കണ്ട എന്നല്ല പറയണേ, അതിനും ഒരു പരിധിയുണ്ട്. എന്തിനൊരു പരിധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതിർവരമ്പുകൾ ഇല്ലേ? അത് ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ ബാധകമായ കേസാണ്. എന്നിട്ട് എല്ലാം കളഞ്ഞു കുഴിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അതുമാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. പിന്നെ ഉള്ളത് സ്ത്രീകൾക്കാണേലും ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഏതെങ്കിലും ചേട്ടത്തി അനിയത്തിമാരുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലും പണികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേനും ഉടനെ ഏതെങ്കിലും ഒരു പാവം ഒരു അനിയത്തി കാണും ഇവരുടെ കുടുംബത്തിൽ. അതായത് സാമ്പത്തികമായിട്ട് ഇച്ചിരി കുറഞ്ഞ ഒരു അനിയത്തി കാണും. അതായത് അവർ അങ്ങനെ ഒരു സാധാരണക്കാർ വല്ല കടയിൽ നിൽക്കുകയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. മറ്റേ ചേട്ടത്തിമാരൊക്കെ നല്ല നിലയിലായിരിക്കും. ഉടനെ ഈ അനിയത്തിനെ വിളിക്കുകയായി അവരുടെ വീട്ടിലെ ഫംഗ്ഷന് എന്താ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട്, അവിടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം, അല്ലെങ്കിൽ തറയൊക്കെ ഒന്ന് തുടയ്ക്കാനുണ്ട്, നീ ഒന്ന് വാ, മുറ്റത്തൊക്കെ അപ്പടി പുല്ല് കീർക്കിടക്കുക, നീ ഒന്ന് വാടിയെന്ന്. കാരണം ഒരു കൂലിക്കാരെ വെക്കണേക്കാളും ലാഭമല്ല അനിയത്തിനെ വിളിച്ചാൽ. അനിയത്തിക്ക് 2 നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി, അനിയത്തി എല്ലാം ചെയ്ത് കൊടുത്തോളും ഇല്ലേ? അങ്ങനെ കാണിക്കുന്നവരും ഉണ്ട്.
ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ കാണിക്കരുത്. നിങ്ങൾ ഒരാളെ കൂലിക്ക് വെച്ചേക്കുക, നിങ്ങളുടെ അനിയത്തിനെ സഹായിക്കാൻ പറ്റുന്ന പൈസകൾ കൊടുത്ത് സഹായിക്കുക. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. അല്ലാതെ നിങ്ങളുടെ പണികൾ മുഴുവൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തെ വിളിക്കാതിരിക്കുക. എനിക്കറിയാവുന്ന ഒരു കുട്ടി എന്നോട് കരഞ്ഞു പറഞ്ഞൊരു സംഭവം ഇത്. അവരുടെ വീട്ടിലെ കുടുംബത്തിലെ എല്ലാ പണികളും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടീനെ വിളിക്കും, എല്ലാം ചെയ്തു കൊടുക്കും. എല്ലാവർക്കും എല്ലാ വീടുകളിലും എന്ത് ഫംഗ്ഷൻ വന്നാലും എന്ത് പരിപാടി വന്നാലും ഇതവിടുത്തെ വേലക്കാരിക്കാലും കഷ്ടമായിട്ട് പലപ്പോഴും എൻ്റെ കെട്ടിയവനെ വഴക്ക് പറഞ്ഞിട്ട് നീ പോകണ്ട, നമുക്കൊരു പ്രയോജനമില്ലാത്ത, നീ ആ സമയത്ത് വേറെ വല്ല വീട്ടിലും പണിക്ക് പോ എന്നിങ്ങനെ പറഞ്ഞത് ഉണ്ടെന്ന് ആ കുട്ടി പറയുന്നു. നമ്മുടെ സഹോദരങ്ങൾ മനസ്സിലാക്കണം, നമ്മളെപ്പോലെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ വളർന്നതാണ് ആ കുഞ്ഞും എന്ന് മനസ്സിലാക്കണം, ഇല്ലേ? അതിനപ്പോൾ അതിൻ്റേതായ ഒരു മാന്യത കൊടുക്കാൻ നമ്മൾ സഹോദരങ്ങളാണ്. അല്ലാണ്ട് അവരെ വലിച്ചെറിയുകയല്ല വേണ്ടത്, അവരവരുടെ പണിക്കാരിയായി കാണുകയല്ല വേണ്ടത്. എന്ത് കാര്യം വന്നാലും ആശുപത്രിയിൽ നിൽക്കുന്ന കേസ് വന്നാലും ഒക്കെ വിളിക്കുക ഇന്ന് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടും ഒക്കെ. അവർക്കും ഒരു കുടുംബം ഉണ്ടെന്ന് ചിന്തിക്കുക. അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക, ഇല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഇതിങ്ങനെ ഒത്തിരി കുടുംബങ്ങളിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അതേപോലെ പിന്നെയുള്ളതാണ് നമ്മുടെ മക്കൾ. ചില വീടുകളിൽ ചെന്ന മക്കളെ തിരിച്ചു വ്യത്യാസം കാണിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. അതും ഒരിക്കലും ചെയ്യാതിരിക്കുക. നമ്മുടെ മക്കൾ വരുമ്പോൾ തന്നെ നമ്മുടെ മക്കളെപ്പോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളുടെ മക്കളെയും നമ്മൾ കാണാൻ ശ്രമിക്കണം. എന്താട്ടെ നമ്മുടെ അടുത്ത് വന്നു പോയോ, അവരെന്ത് ചെയ്തു, അവരോട് തിക്കും തിരുക്കും ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയല്ലേ തിരിച്ചു വ്യത്യാസം കാണിച്ചു കൊടുക്കുന്നത്. ഇന്നവരോട് ഇന്ന രീതിയിലേ പെരുമാറാവുള്ളൂ, ഇന്നവരാണ് ഇന്നതാണ്, നിൻ്റെ അമ്മയോട് ഇങ്ങനെ ചെയ്തു, അച്ഛനോട് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ തന്നെ. ആ അച്ഛനും അമ്മയും തന്നെയാണ് മക്കളെ തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മളായിട്ട് നമ്മുടെ മക്കളെ ഈ എൻ്റെയൊക്കെ ഒരു പ്രായമുള്ള സമയം വരെയുള്ള പേരൻസ്, പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ ഭയങ്കര തിരിച്ചു വ്യത്യാസം കാണിച്ചായിരിക്കും വളർത്തിയിരിക്കണം. കാരണം സഹോദരങ്ങളോടും അവരോടും ഇവരോടും ഒക്കെ മിക്ക കുടുംബങ്ങളിൽ തന്നെയും അങ്ങനെയായിരിക്കും. അവരവരുടെ കുടുംബാംഗങ്ങളോട് കാണിക്കുന്ന രീതി തന്നെ നമ്മുടെ മക്കളെയും പഠിപ്പിച്ചേക്കും. നമ്മുടെ തലമുറയായപ്പോൾ ഇച്ചിരോടെ എനിക്ക് തോന്നുന്നു ഇച്ചിരി ബോധം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങളൊന്നും മക്കളോട് പറയാൻ പോകാറില്ല സ്ത്രീകൾ. അതിൽ മക്കൾ കേൾക്കാനും വരില്ല. ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. അവർ നമ്മൾ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു ഉത്തരവാദിത്വമില്ലാത്ത മക്കളാന്നൊക്കെ പറഞ്ഞാലും അവർക്ക് അങ്ങനെയുള്ള കണ്ണം തിരിവൊന്നും പെട്ടെന്ന് പിടികിട്ടില്ല. അവരവരുടെ കസിൻസുമായിട്ടൊക്കെ നല്ല കൂട്ടിലായിരിക്കും മിക്കവാറും കഴിഞ്ഞത്. അപൂർവം മക്കളെ മാത്രമേ മാതാപിതാക്കൾ തിരിച്ചാൽ തിരിയുള്ളൂ. അല്ലാത്ത മക്കളൊന്നും തിരിയേയില്ല. അല്ലാത്ത മക്കളൊക്കെ പോയി പണിയാക്കാൻ പറയുകയുള്ളൂ. അവർ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവർ അവരുടെ കസിൻസിൻ്റെ കൂടെ പോവുകയും ചെയ്യും. അങ്ങനെ ആയിരിക്കണം. അല്ലാണ്ട് നമ്മൾ ഈ തിരിച്ചു വ്യത്യാസം ഒരിക്കലും മക്കളുടെ ഇടയിലേക്ക് കാരണം അവരോരോ ഒറ്റക്കെട്ടായിട്ട് ജീവിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലം മുന്നോട്ട് പോവുള്ളൂ. അത് നമ്മൾ വിചാരിക്കണം. അവരൊരു നല്ല ഫ്രണ്ട്സായിട്ട് തന്നെ ജീവിക്കട്ടെ എന്ന് വയ്ക്കണം. അതിനകത്ത് മാതാപിതാക്കൾ അവരെ വേർതിരിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ നമ്മൾ നിർത്തി വയ്ക്കുക. അത് സ്ത്രീ ആണാണേലും ആണുങ്ങൾക്ക് കൊണ്ടിട്ടോ ഈ പെണ്ണുങ്ങളുടേതായ സ്വഭാവമുള്ള ആണുങ്ങളും ഉണ്ട്. കുത്തിത്തിരിപ്പും അവിടെ പറയണത് ഇവിടെ പറച്ചിലും ഒക്കെ ആയിട്ടുള്ള ആണുങ്ങളും ഉണ്ട്. അതൊക്കെ നിർത്തുക. ഇനിയുള്ള ജീവിതത്തിൽ ഇതിനൊന്നും ഒരു വില പോവില്ല. ഇനിയുള്ള കാലം എന്ന് പറയുന്നത് മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന ഒരു കാലത്തിലേക്കാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ണന്തിരിവും കുത്തുതിരിപ്പുമായിട്ടിരിക്കാതിരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് തൊഴിലില്ലാത്ത സ്ത്രീകൾ. പിന്നെ എന്തെങ്കിലും തൊഴിലുകൾ സ്ത്രീകൾ വീട്ടിലിരുന്ന് ചെയ്യുന്നത് നല്ലതാണ്. അവനവനൊരു ചെറിയ വരുമാനം ഉണ്ടാകുമ്പോൾ അതിലേക്കൊരു ശ്രദ്ധ വരികയും പിന്നീട് ഇങ്ങനെയുള്ള ഈ കുശുമ്പ് പറച്ചിലും ഒക്കെ നിർത്തുകയും ചെയ്യും. അപ്പം സ്വന്തമായിട്ട് ഒരു വരുമാനം, സോപ്പ് ഉണ്ടാക്കുന്നതോ മെഴുകുതിരി ഉണ്ടാക്കുന്നതോ തുണികൾ കച്ചവടം ചെയ്യുന്നതോ ഡ്രസ്സ് തയ്യലൊക്കെ എന്ത് നല്ല പരിപാടിയാണ്. അതൊക്കെ ചെയ്യുന്നതൊക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ സ്വന്തം വരുമാനം കണ്ടെത്തുക. അതാ വേണ്ടത് കേട്ടോ. അല്ലാതെ ഈ സമയം വേസ്റ്റാക്കി നമ്മൾ മറ്റുള്ളവരെ പുറകെ നടന്ന് നമ്മുടെ ജീവിതം തീരുവാന്ന് നമ്മൾ ആദ്യം വിചാരിക്കണം. കുറച്ച് കാലം കൂടെ ഉള്ളൂ ഈ ലോകത്തിന്. അപ്പം നമ്മൾ വിചാരിക്കണം നമ്മുടെ ജീവിതം വെറുതെ കളയരുത്. നമ്മളിവിടെ വന്നു പോയി എന്നുള്ള ഒരു ചെറിയ അടയാളം, നല്ലൊരു അമ്മയായിരുന്നു, നല്ലൊരു സ്ത്രീയായിരുന്നു, നല്ലൊരു അച്ഛനായിരുന്നു എന്ന് പറയാൻ ശ്രമിപ്പിക്കുക. അതാ വേണ്ടത്. ആകെ കുറച്ചേ ഉള്ളൂ. ബാക്കി ഒരു 3%, മുക്കാലല്ല 3% ശതമാനവും നമ്മൾ ഉറങ്ങിക്കഴിയുകയാണ്. ആ ഉറക്കവും മടി കൊണ്ടും പിന്നെ കുറച്ച് സമയം ഫുഡ് കഴിച്ചും നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദൂര സമയങ്ങളെ നമുക്കൊന്ന് സന്തോഷിക്കാനുള്ള സമയം പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തുന്നില്ല. അപ്പം അതിനൊക്കെ സമയം കണ്ടെത്തുക. അപ്പം നമ്മൾ പരമാവധി സന്തോഷവാന്മാരായിട്ടിരിക്കുക. ഇന്നിപ്പോൾ ചെറുതായിട്ടൊരു ജലദോഷവും ഒരു ചെറിയ പനിക്കോളും ഒക്കെ ഉണ്ട്.
ഇവിടെ എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ പനിയായിരുന്നു. അപ്പം ഇന്നിപ്പോൾ പതുക്കെ ഞാൻ പറയുന്നത് കേട്ടോ, തൊണ്ടയ്ക്കൊക്കെ ഒരു അസ്വസ്ഥത ചെറുതായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം. അപ്പോൾ വേറൊരു കണ്ടൻ്റ് ഒന്നും നോക്കാനും പറയാനും ഒന്നും പറ്റിയില്ല. ഈ രാത്രി മുഴുവൻ ഒരു തരം ചുമയും കാലാവസ്ഥയുടെ ആട്ടോ. എല്ലാവരും സൂക്ഷിക്കണേ. കാലാവസ്ഥയ്ക്ക് ഭയങ്കര മിക്കവർക്കും തന്നെ ജലദോഷവും ചുമയും തൊണ്ടവേദനയൊക്കെയാണെന്നാണ് പറയുന്നത്, ഒച്ചയടപ്പുമൊക്കെ. അതായത് ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ് പകലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 9 മണി വരെയൊക്കെ നല്ല തണുപ്പ്. അത് കഴിയുമ്പം നല്ല വെയിലും. അതോടുകൂടി കാലാവസ്ഥയെല്ലാം മാറിയില്ലേ. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.